വളരെ ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറി ഗോതമ്പ് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ പപ്പായയാണ്, ചെറുതായിട്ട് ക്രഷ് ചെയ്ത പപ്പായ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ പപ്പായ ഉള്ളതുകൊണ്ട് പപ്പായ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അതേപോലെ ഒരു വലിയ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള മാത്രമായാലും നല്ല ടേസ്റ്റാണ്. ഇനി സവാള ചേർത്ത് കഴിഞ്ഞിട്ട് എരിവിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് ചേർക്കാം. എരിവ് വേണ്ടെങ്കിൽ പച്ചമുളക് ഇടണ്ട. ഞാനിപ്പോൾ ഇവിടെ 2 കുഞ്ഞു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും രുചിയാട്ടോ. കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കുക. എന്നിട്ട് ശകലം വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട പിടിക്കാതിരിക്കാൻ നോക്കണം. അതുകൊണ്ട് കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ദോശ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ദോശച്ചട്ടി ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് നിറയെ പച്ചക്കറി ആയതുകൊണ്ട് നമുക്ക് വളരെ തിന്നായിട്ട് ദോശ പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം ഒരു തിന്നുള്ള രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് ദോശ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി ദോശേൻ്റെ ഒരു സൈഡ് നല്ലോണം ആവുന്ന സമയത്ത് നെയ്യോ വെളിച്ചെണ്ണയോ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തടവി കൊടുക്കാം. ഞങ്ങളിപ്പോൾ വെളിച്ചെണ്ണയാണ് തടവി കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ദോശ മറിച്ചിട്ട് വീണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ദോശ പരിപാടി അത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. 2 സൈഡും വേവുമ്പോൾ മാറ്റി വയ്ക്കുക. അത്രയേ ഉള്ളൂ. സാധാരണ ദോശ ഇടുന്ന പോലെ തന്നെ. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് കറികളും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ചട്ടണിയോ ചമ്മന്തിയോ അങ്ങനെ എന്ത് വേണേലും ഉപയോഗിക്കാം. ഞങ്ങളിതിപ്പോൾ രാത്രിക്കേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉച്ചക്കത്തെ മീൻകറിയും പിന്നെ ഒരു മുട്ടയും കൂടെ വെച്ചിട്ടായിരുന്നു കോംബോ ചെയ്തിരുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ദോശ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.